പൂറിലെ പ്രധാന തലക്കെട്ടുകൾ. നവകേരളത്തിന്റെ പുതുവഴികൾ ധനസമാഹരണത്തിനുള്ള രേഖയെന്ന MP ഗോവിന്ദൻ മാസ്റ്റർ. വികസന രേഖയുടെ പേരിൽ ജനവിരുദ്ധമായ ഒരു നയങ്ങളും ഉണ്ടാകില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശ്രദ്ധ വേണമെന്ന് പ്രതിനിധികൾ. സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂർ ജില്ലയ്ക്ക് മാത്രമായി ഒതുങ്ങുന്നുവെന്ന വിമർശനം മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. മുഖ്യമന്ത്രി വിമർശനങ്ങളെ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നുവെന്നും വിമർശനം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായി തെളിവെടുപ്പ്. മുത്തശ്ശി സൽമാ ബീവിയുടെ പാങ്ങോട്ടുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അഫാന്റെ സ്വന്തം വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ്. നിർവികാരനായി പോലീസ് സംഘത്തിനൊപ്പം അഫാൻ. തെളിവെടുപ്പ് കനത്ത സുരക്ഷയിൽ. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ നാളെ കേരളത്തിലെത്തിക്കും. ഇരുവരുമായി കേരള പോലീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചു. പെൺകുട്ടികളെ കണ്ടെത്തിയത് ട്രെയിൻ യാത്രക്കിടെ മുംബൈ ലോനാവാലയിൽ നിന്ന്. ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് മലപ്പുറം SP. SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. നടപടി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശയിൽ. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് PV അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന്. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് മാണൂർ സ്വദേശി അബ്ദുൾ ലത്തീഫ്. മർദ്ദനം കോഡൂരിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റിയതിന് പിന്നാലെ. പരിക്കേറ്റ ലത്തീഫ് മരിച്ചത് ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി. ബസ്സിലെ 3 ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിൽ. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഷൈനിയും മക്കളായ അലീനയും ഇവാനയും റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ. മരണത്തിന് കാരണം ഭർത്താവ് നോബിയുടെ അധിക്ഷേപവും പ്രകോപനവും എന്ന് പോലീസ്. മക്കളുമൊത്ത് മരിച്ചൂടെ എന്ന ഭർത്താവ് ഫോണിൽ വിളിച്ച് ചോദിച്ചെന്ന് ഷൈനിയുടെ മാതാപിതാക്കൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് CPIM ഭരിക്കുന്ന സഹകരണ അർബൻ ബാങ്കിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. ബാങ്ക് സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിയെടുത്തത് 45 ലക്ഷം രൂപ. മോഹനകൃഷ്ണനും കുടുംബാംഗങ്ങളായ 3 പേർക്കുമെതിരെ കേസ്. തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെ. തൃശൂർ കൊരട്ടിയിൽ കാർ മരത്തിലിടിച്ച് അച്ഛനും മകൾക്കും ദാരുണാന്ത്യം. മരിച്ചത് കോതമംഗലം സ്വദേശി ജയ്മോനും മകൾ ജോയാനയും. 3 പേർക്ക് പരിക്ക്. അപകടം പാലക്കാട്ടേക്ക് പോകുന്നതിനിടെ പുലർച്ചെ.